ബോറടിപ്പിക്കാണ്ട് എന്നാൽ കുറെ കാര്യങ്ങൾ പറഞ്ഞ് ആളുകൾക്ക് ഇതിന്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിൽ മേക്ക് ചെയ്യുക അല്ലെങ്കിൽ ആൾക്കാരെ കൊണ്ട് അഭിനയിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു ചലഞ്ചാണ്. അത് നല്ല രീതിയിൽ ഈ ഡയറക്ടർ വിജയിച്ചിട്ടുണ്ട്. ഇതിൽ ഞാൻ പറഞ്ഞില്ല, പെർഫോമൻസ്, മ്യൂസിക്, ഡയലോഗ്സ്, എഡിറ്റിങ് എല്ലാതും നല്ല രീതിയിൽ വന്നിട്ടുള്ള നല്ലൊരു സിനിമയാണിത്. ഇതെനിക്ക് തിയേറ്ററിൽ മിസ്സായിരുന്നു. അതിപ്പോൾ OTT വന്നപ്പോഴാണ് കണ്ടത്. ഇപ്പോൾ C5 അവൈലബിൾ ആണ്. ഇത് നിങ്ങൾ കാണണം. കാരണം എന്താ വെച്ചാൽ ഇതില് ഈ ഒരു തീം ഇപ്പം ഞാൻ കൂടുതൽ പറയുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇവര് ഈ വിചാരണ തടവുകാരനായിട്ട് കിടക്കുന്ന ആൾക്കാരെ ആ ഒരു ബേസ് ചെയ്തിട്ട് ഇതേപോലൊരു ഇതിൽ അങ്ങനത്തെ അധികം ഇങ്ങനത്തെ സിനിമകൾ വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു പ്ലോട്ട് മാത്രം ഞാൻ പറയണത് കേട്ടോ. ഈ ഒരു വിചാരണ തടവുകാരനെ ഇങ്ങനെ കൊണ്ടുപോകുന്ന അവരെന്തിനാ അവിടെ കെടുക്കുന്നുണ്ടാവും, ചില കേസൊന്നും ആവാതെ ഇങ്ങനെ കെടുക്കണ വർഷങ്ങളോളം. കേസ് തുടങ്ങി ഇൻവെസ്റ്റിഗേഷൻ നടക്കുമ്പോഴാണല്ലോ അതിനൊരു വിധി വരിക. അതുപോലെ ആവാണ്ട് ഇങ്ങനെ കെടുക്കുക എന്നൊക്കെ പറയണത്, അതിപ്പോൾ ആൾ തെറ്റ് ചെയ്താലും ശരി, ചെയ്തിട്ടില്ലെങ്കിലും ശരി, അതല്ലല്ലോ അതിൻ്റെ ഒരു നീതി. അപ്പം അങ്ങനത്തെ നീതിപരമായിട്ടുള്ള ജസ്റ്റിസ്പരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവരിതിൽ പറയണത്. അത് അവർ അതിലേക്കും വേണ്ടി മാത്രം ഫോക്കസ് ചെയ്യാതെ ഞാൻ പറഞ്ഞില്ല, ഈ ഒരു കോൺസ്റ്റബിളിൻ്റെയും ഈ പറഞ്ഞ ആളുടെയും ബോണ്ട് നല്ല രീതിയിൽ എടുത്ത് നമുക്ക് ടച്ചിങ് ആവും.